എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നത്തെ പാരായണം ആരംഭിക്കാം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷുരവിസ്വരൂപം പ്രണമ്യ തുഞ്ചത്തെഴുമാര്യപാദം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഇന്നത്തെ പാരായണത്തിന് വേണ്ടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പാരായണം ചെയ്യുന്നത് ഗീതാചന്ദ്രൻ, ശ്രീമതി ജയലക്ഷ്മി നായർ, രണ്ടുപേരാണ് പാരായണം ചെയ്യുന്നത്. രണ്ടുപേരെയും സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്ന ഭാഗങ്ങള് രാവണന്റെ പടപ്പുറപ്പാട് മുതൽ അതികായ വധം വരെയാണ്. അതാണ് ഇന്നത്തെ പാരായണത്തിന്റെ ഭാഗം. എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പാരായണം ആരംഭിക്കാം. അതികായവധം മുതലല്ലേ മേഡം? എനിക്ക് തെറ്റുപറ്റി. മേഘനാഥ വധം വരെയാണ്. സോറി, തെറ്റുപറ്റിയത്. എല്ലാവരും ക്ഷമിക്കാം. ഹരി ഓം. തുടങ്ങട്ടെ. ആരംഭിച്ചോ. ഹരി ഓം. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ശ്രീരമതാം രാമ രാമ, ശ്രീരാഘവാത്മരാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. അതികായവധം. കുംഭകർണൻ മരിച്ചോരു വൃത്താന്തവും കമ്പം വരുമാറു കേട്ടു ദശാനനൻ. മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ടു. പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു ഖിന്നനായൊരു ദശഗ്രീവനെ തഥാ ചെന്നു തൊഴുതു പറഞ്ഞു ത്രിശിരസ്തു ഉന്നതനായോരധികായ വീരനും. ദേവാന്തകനും നരാന്തകനും മുഹുരേവം മഹോദരനും മഹാപാർശ്വനും മത്തനും ഉന്മത്തനും ഒരുമിച്ചതിശക്തിയേറിയിടും നിശാചര വീരന്മാർ 8 പേരും സമരത്തിനൊരുമ്പെട്ടു. രാവണൻ തന്നോട് ചൊല്ലിനാൻ, ദുഃഖിപ്പതിനെന്തു കാരണം? ഞങ്ങൾ ചെന്നൊക്കെ രിപുക്കളെ കൊന്നുവരാമല്ലോ. യുദ്ധത്തിനായി അയച്ചിടുകിൽ ഞങ്ങളെ ശത്രുക്കളാൽ ഒരു പീഡയുണ്ടായി വരാ. എങ്കിലോ നിങ്ങൾ പോയി ചെന്നു യുദ്ധം ചെയ്തു സങ്കടം തീർക്കെന്നു ചൊന്നാൻ ദശാനനൻ. കണ്ടുകൂടാതോളമുള്ള പെരുമ്പടയുണ്ടതും കൊണ്ടുപോയിക്കൊള്ളിൻ എല്ലാവരും. ആയുധവാഹന ഭൂഷണജാലവും ആവോളവും കൊടുത്താൻ ദശകന്ധരൻ. വെള്ളം കണക്കെ പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ ഇവരൻ വരും. ഓർക്കു പുറപ്പെട്ടു ചെന്നതു കണ്ടള ഊക്കോടടുത്തു കവിപ്രവരന്മാരും. സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട വൻകടൽ പോലെ പരന്നതു കണ്ടള വന്തകൻ വീട്ടിലാക്കിയിടിയാൻ സത്വരമെന്തൊരു വിസ്മയം ചെല്ലാവതല്ലേതും. കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ടു ചൊല്ലുന്ന വീരരോടേറ്റു നിശാചരൻ. കൊല്ലുന്നതിനാശു കബീവരന്മാരെയും നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂകി ക്ഷണാന്തരെ. വാരണവാജി രഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസവീരരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായിതു പലതായി ഒലിക്കുന്നതും.
അന്തമില്ലാതെ കബന്ധങ്ങളും പല തന്തികെ നൃത്തമാടി തുടങ്ങി ബലാൽ. രാക്ഷസരൊക്കെ മരിച്ചതു കണ്ടതി രൂക്ഷതയോടടുമടുത്ത നരാന്തകൻ കുന്തവുമേന്തി കുതിരപ്പുറമേറി അന്തകനെ പോലെ വേഗാലെടുത്തപ്പോൾ അംഗദൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തി യമപുരത്താക്കിനാൻ. ദേവാന്തകനും പരിഘവുമായി വന്നു ദേവേന്ദ്രപുത്ര തനയനോടേറ്റിതു വാരണമേറി മഹോദര വീരനും തേരിലേറി തൃശിരസ്സുമണിഞ്ഞിതു മൂവരോടും പെരുതീടിനാരംഗതൻ ദേവാദികളും പുകഴ്ത്തിനാരന്നേരം കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശു തുണച്ചാരുതു നേരം മാരുതി കൊന്നിതു ദേവാന്തകനെയും വീരനാം നീലൻ മഹോദരൻ തന്നെയും ശൂരനാകും തൃശിരസൻ തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നിടിനാൻ വന്നു പെരുതാൻ മഹാഭാർഷൻ അന്നേരം കൊന്നു കളഞ്ഞാൻ ഋഷഭൻ മഹാബലൻ മത്തൻ ഉന്മത്തനും മരിച്ചാൽ കപിസത്തനന്മാരോട് എതിർത്തതി സത്വരം വിശ്വൈകവീരൻ അധികായൻ അന്നേരമശങ്ങളായിരം കൂട്ടിയ തേരതിൽ ശാസ്ത്രസ്ത്രജാലം നിറച്ചു വില്ലും ധരിച്ചസ്ത്രജ്ഞനത്യർത്ഥമുദ്ധത ചിത്തനായി യുദ്ധത്തിനായി ചെറു ഞാണലിയുമിട്ടു നക്തഞ്ചര ശ്രേഷ്ഠപുത്രനടുത്തപ്പോൾ നിൽക്കരുതാനു ഭയപ്പെട്ടു വാനരരൊക്കെ വാൽ പൊങ്ങിച്ചു മണ്ടിത്തുടങ്ങിനാർ ഉള്ളൊരധികായനെ സൗമിത്രി ചെന്നു ചെറുത്താൻ അതു നേരം ലക്ഷ്മണ ബാണങ്ങൾ ചെന്നെടുക്കും വിധവും തൽക്ഷണേ പ്രത്യങ്മുഖങ്ങളായി വീണുപോം ചിന്ത മുഴുത്തേതുമാവാതല്ലാതെ ഞേറ്റമന്തനായി സൗമിത്രി നിൽക്കുന്നതു നേരം മാരുതദേവനും മാനുഷനായി വന്നു സാരനാം സൗമിത്രിയോട് ചൊല്ലിയിടിനാൻ പണ്ടു വിരിഞ്ചൻ കൊടുത്തൊരു കഞ്ചുകമുണ്ടതു കൊണ്ടിലവനേൽക്കയിൽ ആയുധം ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാനിങ്ങിനി ബ്രഹ്മാസ്ത്രമെയ്തിവൻ തന്നെ വധിക്കനീ പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജിത്തുന്നതാനായ ദശാനനൻ തന്നെയും കൊന്നു പാലിക്കൻ ജഗത്രയൻ രാഘവൻ എന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ ലക്ഷ്മണനും നിജപൂർവജൻ തൻപദമുൽക്കാമ്പിൽ നന്നായി ഉറപ്പിച്ചു വന്നിച്ചു പുഷ്കര സംഭവ ബാണം പ്രയോഗിച്ചു തൽക്ഷണേ കണ്ടം മുറിച്ചാൻ അതു നേരം ഭൂമോ പതിച്ചോരധികായ മാമോദം ഉൾക്കൊണ്ടടുത്തു കവികുലം രാമാന്തികെ വെച്ചു ആമയം പൂണ്ടു ശേഷിച്ചു രക്ഷോഗണം രാവണനോടറിയിച്ചാരവസ്ഥകൾ ആ വിധി എന്നാൽ അറിയിച്ച ഇന്ദ്രജിത്തിന്റെ വിജയം മക്കളും തമ്പിമാരും മക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടിനാരേറ്റവരെന്തിനീ നല്ലതു ശങ്കര ദൈവമേ ഇത്തം വിലപിച്ച നേരത്തു ചെന്ന് ഇന്ദ്രജിത്ത് നമസ്കരിച്ചിടിനാൻ താതനെ ഖേദമുണ്ടാകരുതേതുമേ മാനസേ താതനു ഞാനിക ജീവിച്ചിരിക്കവേ ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ടത്തലും തീർന്നിങ്ങിരുന്നരുളേണമേ സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ടു യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കണമേ എന്നതു കേട്ടു തനയനെയും പുണർന്നെന്നെ സുഖമേ ജയിച്ചു വരിക നീ വമ്പനാം പുത്രനും കുമ്പിട്ടു താതനെ തൻ പടയോടും നടന്നു തുടങ്ങിനാൻ ശംഭു പ്രസാദം വരുത്തുവാനായി ചെന്നു ജമ്പാരിജിത്തും നികുംബില പൊക്കിതു സംഭാരജാലവും സമ്പാദ്യ സാധനം സംഭാവ്യ ഹോമമാരംഭിച്ചിതന്നേരം രക്തമാല്യാംബര ഗന്ധാനുലേപന യുക്തനായി തത്ര ഗുരുപദേശാന്യുതം ഭക്തി ഉജ്ജ്വലിച്ച അഗ്നിദേവനെ ശക്തി തനിക്കു വർദ്ധിച്ചു വരുവാനായി നക്തഞ്ചരാധിപ പുത്രനും എത്രയും വ്യക്തവർണ്ണസ്വര മന്ത്ര പുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചതി ചിത്രവാനു പ്രസാദത്താൽ അതിദ്രുതം ശസ്ത്രാസ്ത്ര ചാപരതാദികളോടും അന്തർധാന വിദ്യയും ലബ്ധ്വാ നിരാകുലം ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോടു പോരിനായ ആശരൻ പോർക്കളം പൂക്കൊരു നേരം കവികളും രാക്ഷസരെ ചെറുതടുത്തിടിനാർ മേഘജാലം വർഷിക്കുന്നത് പോലെ മേഘനാഥൻ തൂകിത്തുടങ്ങിനാൻ പാഷാണ പർവ്വത വൃക്ഷാദികൾ കൊണ്ടു ഭീഷണന്മാരായ വാനരവീരരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാർ വാരണവാജീ പദാതിരതികളും അന്തകൻ തൻ പുരിയിൽ ചെന്നു പുക്കുവാർ കന്തം വരുന്നതു കണ്ടോരു രാവണി സന്താപമോടും അന്തർദാനവും ചെയ്തു സന്തതം തുകിനാർ ബ്രഹ്മാസ്ത്ര സഞ്ചയം
വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീഴും വണ്ണം പ്രവരന്മാർ വീണു തുടങ്ങിനാർ. ഒമ്പനാം മർക്കടന്മാരുടെ മെയ്യിൽ വന്നമ്പതും 100 പേരും 100 500 അമ്പുകൾ കൊണ്ടു പിളർന്നു തെരുവുതരെ കമ്പലം കലർന്നു മോഹിച്ചു വീണിടിനാർ. 50 ബാണ വിവിധനേറ്റു പുനരമ്പത് മൈന്ദനും 5 ഗജന്മേലും 90 ബാണം നളനും തറച്ചു ചവ്വണ്ണമേറ്റു ഗജമാതനന്മയിലും 29 നീലനും 30 നീരഞ്ചും ബാണൻ ജാമ്പവാൻമയിലും 6 പനസൂനും 7 വിനീത നീരാറു സുഷേണനും 8 കുമുദനും 6 ബാണവും വൃഷഭനും കേസരിക്കാറും 9 കൂടെ വന്നേറ്റിതു. 10 ശതബലിക്ക് 9 ധ്രുവനും 10 ഒരട്ടം പ്രമാദിക്കേയുമേറ്റേറ്റിതു. 10 പുനരിരുപത്തഞ്ചുമേറ്റിതു ശക്തിയേറി ഏകദർശിക്കതുപോലെ 40 കൊണ്ടു ദതിമുഖന്മയിൽ 42 ഗവേഷനുമേറ്റിതു. 3 ഗവയനും 5 ശരവനും 3 ഒരു 4 ഏറ്റു സുഗുമുഖനും ദുർമുഖനേറ്റ് 74 50 സമ്മാനമായ 65 കാരനും ജ്യോതിർമുഖനും 60 ഏറ്റു പുനരാതങ്കമോടെ 50 അഗ്നിവദനും അങ്കദൻ മേൽ 75 കൊണ്ടിതു തുങ്കനാം സുഗ്രീവനേറ്റു ശരശതം. ഇത്തം കവികുലനായകന്മാര് 67 കോടിയും വീണിതു ഭൂതലെ. മർക്കടന്മാർ 21 വെള്ളവും മർക്കടനായിട്ട് വീണോരനന്തരം ആവതില്ലേതും ഇതിന്നു നമുക്കെന്നു ദേവദേവന്മാരും അന്യോന്യം വന്നേരം വ്യാകുലം പൂണ്ടു പറഞ്ഞു നിൽക്കേരുഷാരാഘവന്മാരെ മെയ്തു വീതിടിനാൻ. മേഘനാഥൻ മഹാവീര വ്രതധരൻ ശോകവിഷണ്ണമായി നിശ്ചലമായതു ലോകവും കൗണപാദീശ ജയത്തിനാലാ കണ്ടലാരിയും ശംഖനാദം ചെയ്തു. വേഗേന ലങ്കയിൽ പുക്കരുന്നിടിനാൻ ലേഖ സമൂഹവുമായി ഗതാശയ ഔഷധാഹരണയാത്ര. കേകസീനന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോക്കുവാൻ മേലിലാപത്തു ഞാനെന്നോർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ. കൊള്ളിയും മിന്നി കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചുടങ്ങിനാക്കമേറും വായുപുത്രനും അന്നേരം ആരിനിയുള്ളതൊരു സഹായത്തിനെന്നാരായ വേണമെന്നോർത്തവനും സദാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ആരെന്നു നോക്കുവാൻ ഏകാഗിയായി നടക്കുന്ന നേരം തത്ര രാഘവ ഭക്തൻ വിഭീഷണനെ കണ്ടു. തമ്മിൽ അന്യോന്യം അറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നിടിനാൻ. പിന്നെയും പാദോജ സംഭവൻ നന്ദനൻ ജാമ്പവാൻ താതന അനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു. കണ്ണു മിഴിപ്പാൻ അരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചതാദരാൽ നിന്നുടെ ജീവനുണ്ടോ കവിപുങ്കവ നന്നായതെങ്കിൽ നീ എന്നതറിഞ്ഞിതോ. കണ്ണു മിഴിച്ചുകൂടാ രുതിരം കൊണ്ട് നിന്നുടെ വാക്കു കേട്ടുള്ളിൽ വിഭാതിമേ. രാക്ഷസരാജൻ വിഭീഷണൻ എന്നതു സാക്ഷാൽ പരമാർത്ഥം എന്നോട് ചൊല്ലുക. സത്യം വിഭീഷണനായതു ഞാനെടോ സത്യമതേ പുനരെന്നതു കേട്ടവൻ ചോദിച്ചതാശാരാധീശ്വരൻ തന്നോട് ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചോരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിൽ അവതെല്ലാം തിരിയണമിനിയടോ. ചോദിച്ചിതാശു വിഭീഷണൻ എന്തടോ വാദാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമ സൗമിത്രി സുഗ്രീവാംഗദാദികളാവാം അവരേവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തിനു സമീരണപുത്രനെ മോദിച്ചതെന്തവനെ കുറിച്ചേറ്റവും. എങ്കിലോ കേൾക്ക നീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും. മാരുതപുത്രൻ മരിച്ചതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കുമേ. സാരസ സംഭവ പുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം. ഞാനിതല്ലോ മരിച്ചില്ലെന്നവൻ കാൽക്കലാമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങിനാൻ. ഗാഠമായ ആശ്ലേഷവും ചെയ്തു ജാമ്പവാൻ കൂടെ തലയിൽ മുകർന്നു ചൊല്ലിയിടിനാൻ. മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്നവർ ആരുമില്ല നീയെ. പോക വേണം നീ ഹിമവാനെയും കടന്നാകുല മറ്റു കൈലാസ ശൈലത്തോളം.
കൈലാസ സന്നിധിയിൽ ലങ്കൃഷ ബാദ്രിമേലുണ്ട് ദിവ്യൌഷധങ്ങൾ അറിയുക നീ. 4 ദിവ്യൌഷധങ്ങൾ എന്നവറ്റിനു 4 നാമങ്ങളും കേട്ടുകൊള്ളുക. മുമ്പിൽ വിശല്യകരണി എന്നെന്നടോ, പിമ്പു സന്താനകരണി, 3-മത് നല്ല സുവർണകരണി, 4-മതും ചൊല്ലുവാൻ ഞാൻ മൃതസഞ്ജീവനി സഖേ. 2 ശൃംഗങ്ങൾ ഉയർന്നു കാണാമവ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും. ആദിത്യനോളം പ്രഭയുണ്ടു 4-നും വേദസ്വരൂപങ്ങൾ എന്നും അറിയുക നീ. വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരുനദികളും രാജ്യങ്ങളും കടന്നാരാൾ വരിക മരുന്നുകളും കൊണ്ട്. മാരുത നന്ദന പോക നീ വൈകാതെ. ഇത്തം വിധീസുതൻ വാക്കുകൾ കേട്ടവർ ഭക്ത്യാ തൊഴുതു മഹേന്ദ്രമേറിയിടിനാൻ. മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ ധാരാനിധിയും പുരപർവ്വതങ്ങളും. ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടലറിനാൻ. വായുവേഗന കുതിച്ചുയർന്നമ്പരെ പോയവൻ നീഹാരശൈലവും പിന്നിട്ടു. വൈരിഞ്ചമണ്ഡവും ശങ്കരശൈലവും നേരെ ധരാ നദിയും മളകാപുരം മേരുഗിരിയും വൃഷഭാദ്രിയും കണ്ടു. മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പ്രഭു രാമചന്ദ്ര ഭക്ത ഹനുമാൻ ജി की जय. ഹരി ഓം. മാരുതനന്ദനൻ ഔഷധത്തിനങ്ങും മാരുത വേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാർ നിശാചരാധീശരൻ ആരുമറിയാതെ ചെന്നു ചൊല്ലിയിടിന. ചാരവാക്യം കേട്ടു രാത്രിഞ്ചരാധിപൻ വിചാരം കലർന്നു മരുവിനൻ ചിന്താവശനായി മുഹൂർത്തമിരുന്നളവന്തർഗ്രഹത്തിങ്കൽ നിന്നു പുറപ്പെട്ടു. രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനെ ഗൃഹം പ്രാപിച്ചളവതി വിസ്മയം പൂണ്ടവനാം പൂർണ്ണമോദം തൊഴുതു സന്ത്രസ്തനായി. അർഘ്യാദികൾ കൊണ്ടു പൂജിച്ച ചോദിച്ചൻ അർക്കോദയം വരും മുമ്പേ ലഘുതരം ഇങ്ങെഴുന്നള്ളുവാൻ എന്തൊരു കാരണം. ഇങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ ദുഃഖനിപീഡിതനാകിയ രാവണൻ അക്കാലനേമി തന്നോട് ചൊല്ലിയിടിനാൻ. ഇക്കാല വൈഭവം എന്തു ചൊല്ലാവതും ഒക്കെ നിന്നോട് ചൊല്ലുവാനത്ര വന്നതും. ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടെ ശക്തിയേറ്റാശു വീണിടിനാൻ ഭൂതലെ. പിന്നെ വീരിഞ്ചാസ്ത്രമേതും ആത്മജൻ മന്നവന്മാരെയും വാനരന്മാരെ കൊന്നു രണാങ്കണം തന്നിൽ വീട്ടിടിനാൻ. വെണ്ണിപ്പറയും അടിപ്പിച്ചിതാത്മജൻ ഇന്നു ജീവിപ്പിച്ചു കൊള്ളുവാൻ മാരുതൻ നന്ദനൻ ഔഷധത്തിനു പോയിടിനാൻ. ചെന്നു വിഘ്നം വരുത്തേണമതിന്നു നീ നിന്നോടുപായവും ചൊല്ലാമതിന്നടോ. താപസനായി ചെന്നു മാർഗമധ്യേ പുക്കു പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലു മോഹിപ്പിച്ചു കാലവിളംബനം വല്ല കണക്കിലും നീ വരുത്തിയിടണം. താമസ വാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോട് ചൊല്ലിനാൻ. സാമവേദജ്ഞ സർവജ്ഞ ലങ്കേശ്വര സാമമാമെന്നുടെ വാക്കു കേൾക്കേണമേ. നിന്നെ കുറിച്ചു മരിപ്പതിനിക്കാലം എന്നുള്ളിലേതും മടിയില്ല നിശ്ചയം. മാരീചനെ കണക്കെ മരിപ്പാൻ മനതാരിലെനിക്കേതുമില്ലൊരു ചഞ്ചലം. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖമൊഴിഞ്ഞിതെന്തൊരു ഫലമുള്ളതും. എന്തു രാജ്യം കൊണ്ടു പിന്നെയൊരു ഫലം, എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും. ഹന്ത ജഡാത്മകമായ ദേഹം കൊണ്ടും എന്തു ഫലം തവ ചിന്തിച്ചു കാൺകടോ. സീതയെ രാമനു കൊടുത്തു നീ സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക. കാനനൻ തന്നിൽ മുനിവേഷവും പൂണ്ടു മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുഷ സിദ്ധായ ശുദ്ധതോയെ കുളിച്ച് അത്യന്ത ഭക്തിയോടർക്കോദയം കണ്ടു സന്ധ്യാ നമസ്കാരവും ചെയ്തു ശീഘ്രമേ ഏകാന്ത സുഖാസനം പ്രാപിച്ചു തുഷ്ടനായി. സർവവിഷയ സംഘങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനെ കണ്ടാത്മാനമാത്മനാ സാത്മോദയം കൊണ്ട് സർവലോകങ്ങളും സ്ഥാവര ജംഗമ ജാതികളായുള്ള ദേവി തിര്യംഗ മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനം ദേഹി സർവത്തിനും ആധാരമെന്നതും ആ ബ്രഹ്മസ്തംഭ പര്യന്തമായെന്തോന്നു താല്പര്യം ഉൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും. സദ്ഗുരുമായ എന്നും പറഞ്ഞിടുന്നു ഇക്കണ്ട ലോകവൃക്ഷത്തിനേകഥാ സർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം.
ലോഹിതശ്വേത കൃഷ്ണാതിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായ. പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണാഹിംസാദികളടോ. തന്റെ ഗുണങ്ങളെ കൊണ്ടു മോഹിപ്പിച്ചു തന്റെ വശത്താക്കും ആത്മാവിനെ അവൾ. കർത്തൃത്വ ഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യമാത്മാവാകും ഈശ്വരൻ തങ്കലെ ആരോപണം ചെയ്തു തന്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചു കൊള്ളുന്നു. ശുദ്ധനാമാത്മാ പരനേകനവളോട് യുക്തനായി വന്നു പുറത്തു കാണുന്നിതു. തന്നെ ആത്മാവിനെ താൻ മറക്കുന്നി തന്വകം മായാഗുണ വിമോഹത്തിനാൽ. ബോധസ്വരൂപനായ ഒരു ഗുരുവിനാൽ ബോധിതനായ നിവൃത്തേന്ദ്രിയനുമായി കാണുന്നിത് ആത്മാവിനെ സ്പഷ്ടമായി സദാ. വേണുന്നതെല്ലാം അവനു വന്നു തഥാ. ദൃഷ്ട പ്രകൃതി ഗുണങ്ങളോടാശു പേർ വെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും. നീയുമേവം സദാത്മാനം വിചാരിച്ചു മായാ ഗുണങ്ങളിൽ നിന്നു വിമുക്തനായി. ആദ്യ പ്രകൃതി വിമുക്തനാത്മാവിധി ജ്ഞാത്വാ നിരസ്താശയാജിത കാമനായി. ധ്യാനനിരതനായി വാഴുകന്നാൽ വരുമാനന്ദമേതും വികൽപ്പമില്ലോർക്ക നീ. ധ്യാനിപ്പതിന്നു സമർത്ഥനല്ലെങ്കിലോ മാനസേ പാവനെ ഭക്തി പരവശേ. നിത്യം സഗുണനം ദേവനെ ആശ്രയിച്ച് അത്യന്ത ശുദ്ധ്യാ സ്വബുദ്ധ്യാ നിരന്തരം. ഹൃൽപത്മകർണിക മധ്യേ സുവർണ പീഠോൽപലേ രത്നഗണാഞ്ചിതേ നിർമ്മലേ. സൃഷ്ണേ മൃദുതരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണ സേവിതം ബാണധനുർധരം. വീരാസനസ്ഥം വിശാല വിലോചനം ഐരാവതി തുല്യ പീതാംബരധരം. ഹാരകിരീടകേയൂരാംഗദാങ്കുലിയോരു രത്നാഞ്ചിത കുണ്ടല നൂപുര ചാരു കടക കടി സൂത്ര കൗസ്തുഭ സാരസമാല്യവന മാലികാധരം. ശ്രീവത്സവക്ഷസം രാമൻ രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം. സർവഹൃദി സ്ഥിതം സർവേശ്വരം പരം സർവവന്ദ്യം ശരണാഗത വത്സലം. ഭക്ത്യാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം. തച്ചരിത്രം കേട്ടുകൊള്ളുകയും ചൊല്ലുകയും ഉച്ചരിച്ചും രാമരാമേതി സന്തതം. ഇങ്ങനെ കാലം കഴിച്ചു കൊള്ളുന്നാകിൽ എങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു. ജന്മജന്മാന്തരത്തിങ്കലുമുള്ളൊരു കന്മഷമൊക്കെ നശിച്ചു പോം നിശ്ചയം. വൈരം വെടിഞ്ഞതീ ഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. ദേവം പരിപൂർണമേകം സദാകൃതി ഭാവിതം ഭാവരൂപം പുരുഷം പരം. നാമരൂപാതിഹീനം പുരാണം ശിവം രാമദേവം ഭജിച്ചിടു നീ സന്തതം. രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷ തുല്യങ്ങൾ കേൾക്കയാൽ ക്രോധസാമ്രാക്ഷനായി വാളുമായി തദ്ഗളം ഛേദിപ്പതിനൊരുമ്പെട്ടു ചൊല്ലിയിടിന. നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനിക്കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമെടോ. കാലനേമി ക്ഷണദാചരണം നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിയിടിനാൻ. രാക്ഷസ രാജ ദുഷ്ടാത്മൻ മതി രൂക്ഷതാഭാവമീതു കൊണ്ടു കിം ഫലം. നിന്നുടെ ശാസനം ഞാനുഷ്ഠിപ്പ നീ തന്നെ സദ്ഗതിക്കെന്നു ധരിക്ക നീ. സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന്നു ഞാൻ അദ്യ സമുദ്യുക്തനായൻ മടിയാതെ എന്നു പറഞ്ഞു ഹിമാദ്രി പാർശ്വേ ഭൃശം ചെന്നിരുന്നാൻ മുനി വേഷമായി തക്ഷണേ. കാണായിതാശ്രമം മായാ വിരചിതം നാനാമുനി ജനസേവിതമായതും. ശിഷ്യജന പരിചാരക സംയുതം ഋഷ്യാശ്രമം കണ്ടു വായുതനയനും. ചിന്തിച്ചു നിന്നാൻ ഇവിടെയൊരാശ്രമം എന്തുമൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ. മാർഗവിഭ്രംശം വരികയോ കേവലമോർക്കണ എൻ മനോ വിഭ്രമമല്ലല്ലി. നാനാപ്രകാരവും താപസനെ കണ്ടു പാനീയപാനവും ചെയ്തു ദാഹം തീർത്തു. കാണാം മഹൌഷധം നിൽക്കുന്ന മത്യുന്നതം ദ്രോണാചലം രഘുപുങ്കവാനുഗ്രഹാൽ. യുദ്ധം നിരൂപിച്ചൊരു യോജനായതും വിസ്താരമാണ്ഡമായ മാമശ്രമം. രംഭാപന സഖർജൂരകേരാമൃതി സമ്പൂർണമത്യച്ചതോയവാപിയുതം. കാലനേമിത്രിയാമാചരനും തത്ര ശാലയിൽ ഋത്വിക് സദസ്യാദികളോടും. ഇന്ദ്രിയാഗം ദൃഢമാമറനുഷ്ഠിച്ചു ചന്ദ്രചൂട പ്രസാദം വരുത്തിയിടുവാൻ. ഭക്ത്യാ ശിവ പൂജയും ചെയ്തു വാഴുന്ന നക്തഞ്ചരേന്ദ്രനാം താപസ ശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജഗൽ പ്രാണതനയനും ഇങ്ങനെ ചൊല്ലിനാൻ. രാമദൂതോഹം ഹനുമാനിധി മമ നാമം പവനജന്ന അഞ്ജനാനന്ദനൻ. രാമകാര്യാർത്ഥമായി ക്ഷീരാംബുരാശിക്ക് സാമോദമിന്നു പോകുന്നു തപോനിധി. ദേഹരക്ഷാർത്ഥം അവിടേക്ക്
ദേഹരക്ഷാർത്ഥം ഇവിടേക്കു വന്നിതു ദാഹം പൊറാഞ്ഞു തണ്ണീർ കുടിച്ചിടുവാൻ. എങ്ങും ജലസ്ഥലമെന്നരുൾ ചെയ്യണമെങ്ങുമേ പാർക്കരുതെന്നൻ മനോഗതം. മാരുതി ചൊന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിയിടിനാൻ. മാമകമായ കമണ്ഡലുസ്തം ജലമാമയം തീരുവോളം കുടിച്ചിടുക. പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞുറങ്ങുക. ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനെ ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യദൃശ കണ്ടറിഞ്ഞിരിക്കുന്നതു സുവ്യക്തമായതോ കൊണ്ടു ചൊല്ലിയിടുവൻ. വാനരന്മാരും സുമിത്ര തനയ്യനും മാനവ വീരനിരീക്ഷിതരാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും ആവഹത്തിനൊരുമിച്ചു നിന്നിടിനാർ. യുദ്ധമാകർണ്യ ചൊന്നാൻ കവി പുങ്കവൻ എത്രയും കാരുണ്യശാലിയല്ലോ ഭവൻ. പാരം പെരുതുമേ ദാഹമതു കൊണ്ടു പോരാ കമണ്ഡലു സംസ്ഥിതമാം ജലം. വായു തനയനേവം ചൊന്ന നേരത്തുമായ വിരചിതനായ വടുവിനെ തോയാകരൻ ചെന്നു കാട്ടിക്കൊടുക്കെന്നു പൂയോ മുതാകാരനേമിയും ചൊല്ലിനാൻ. നേത്രനിമീലനം ചെയ്തു പാനീയവും പീത്വാമാന്തികം പ്രാപിക്ക സത്വരം. എന്ന നിനക്കൗഷധം കണ്ടു കിട്ടുവാൻ ഇന്നു നല്ലൊരു മന്ത്രോപദേശം ചെയ്വൻ. എന്നതു കേട്ടു വിശ്വാസേന മാരുതി ചെന്നാനയച്ചു വടുവിനോടും മുതാ. കണ്ണുമടച്ചു വാപീതടം പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരെ. വന്നു ഭയങ്കരിയായ മകരിയും ഉന്നതനായ മഹാകവി വീരനെ തിന്നു കളവാൻ ഒരുമ്പെട്ട നേരത്തു കണ്ണുമിഴിച്ചു കവീന്ദ്രനും നോക്കിനാൻ. വക്രം പിളർന്നു കണ്ടോരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ടു പിളർന്നാൻ കപീവരൻ. ദേഹമുപേക്ഷിച്ചു മേൽപോട്ടു പോയതു ദേഹിയും മിന്നൽ പോലെ തദത്യത്ഭുതം. ദിവ്യ വിമാനദേശേ കണ്ടിതന്നേരം ദിവ്യരൂപത്തോടു നാരീമണിയെയും ചേതോഹരാംഗിയാം അപ്സര സ്ത്രീമണി വാതാത്മജനോടു ചൊന്നാളതു നേരം. നിന്നുടെ കാരുണ്യമുണ്ടാകയാൽ എനിക്കിന്നു വന്നു ശാപമോക്ഷം കപീവര. മുന്നമോരപ്സര സ്ത്രീ ഞാനൊരു മുനി തന്നുടെ ശാപേന രാക്ഷസിയായതും. ധന്യമാലീതിമേ നാമം മഹാമതേ മാന്യനാം നീ എനിക്കൊന്നു ധരിക്കണം. അത്ര പുണ്യാശ്രമേ നീ കണ്ട താപസൻ നക്തഞ്ചരൻ കാലനേമി മഹാഫലൻ. രാവണ പ്രേരിതനായി വന്നിരുന്നവൻ താവകമാർഗ വിഘ്നം വരുത്തിയിടുവാൻ. താപസ വേഷം ധരിച്ചിരിക്കുന്നതു താപസ ദേവഭൂദേവാദിഹിംസകൻ. ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം ദ്രോണപർവ്വതം പ്രാപിച്ചു. ദിവ്യൌഷധങ്ങളും കൊണ്ടങ്ങു ചെന്നിനി ദ്രവ്യാതവംശമശേഷമൊടുക്കുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു വാനരവീര കുശലം ഭവിക്കതേ. പോയാളിവണ്ണം പറഞ്ഞവൾ മാരുതി മായാവിയാം കാലനേമി തന്നന്തികെ. ചെന്നാനവനോടു ചൊന്നാനസൂരനും വന്നിടുവാനിത്ര വൈകിയതെന്തടോ. കാലമിനിക്കളയാതെ വരിക നീ മൂലമന്ത്രോപദേശം ചെയ്വനാശു ഞാൻ. ദക്ഷിണയം തന്ന അഭിവാദ്യവും ചെയ്യുക. ദക്ഷനായി വന്നുകൂടും ഭവാൻ നിർണയം. തക്ഷണേ മുഷ്ടിയും ബദ്ധ്വാ ദൃഢതരം രക്ഷപ്രവോരോത്തമാങ്കേ കപീവരൻ. ഒന്നടിച്ചാനതു കൊണ്ടവനും തഥാ ചെന്നു പൂക്കിയിടിനാൻ ധർമ്മരാജാലയം. ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധൗ. ഔഷധാവാസം ഋഷഭാദ്രിയും കണ്ടിത് ഔഷധമൊന്നുമേ കണ്ടതുമില്ലല്ലോ. കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പറിച്ചേണാംഗബിംബം കണക്കെ പിടിച്ചവൻ. കൊണ്ടുവന്നൻപോടു രാഘവൻ മുമ്പിൽ വെച്ചിണ്ടൽ തീർത്തിയിടിനാൻ വൻപടയ്ക്കന്നേരം. കൊണ്ടൽ നേർവർണ്ണനും പ്രീതി പൂണ്ടാൻ നീലകണ്ഠനും ആനന്ദമായി വന്നിതേറ്റവും. ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്തു ദോഷമകന്നെഴുന്നേറ്റിതെല്ലാവരും. മുന്നമിരുന്ന വണ്ണം തന്നെയാക്കണം ഇന്നു തന്നെ ശൈലമില്ലൊരു സംശയം. അല്ലായെങ്കിലെങ്ങനെ രാത്രിഞ്ചരബലം കൊല്ലുന്നതെന്നരുൾ ചെയ്തോരനന്തരം. കുന്നുമെടുത്തുയർന്നാൻ കവി പുങ്കവൻ വന്നാൻ അരനിമിഷം കൊണ്ടു പിന്നെയും. യുദ്ധേ മരിച്ച നിശാചരന്മാരുടൽ നക്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസർ വാരാനിധിയിലിട്ടിടിനാരെന്നതു കാരണം ജീവിച്ചതില്ല രക്ഷോഗണം. ഹരിയോം. രാമ 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 പാഹി മാം. രാമപാദം ചരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചരണേ മുകുന്ദ രാമ പാഹി മാം. ഹരേ രാമ 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 ഹരേ ഹരേ.
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അയ്യോ. ഹരിയോം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്ന് നമുക്ക് ഇന്നത്തെ പാരായണം അധികായ വധം മുതലാണ് നമ്മൾ പാരായണം ചെയ്തത്. അപ്പോ കുംഭകർണൻ മരിച്ചു. അപ്പോ അത് കേട്ടപ്പോ രാവണന് നടുക്കമുണ്ടായി. കാരണം വലിയ ഹോപ്പായിരുന്നു. കുംഭകർണൻ എല്ലാം ചെയ്തോളും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ കുംഭകർണനും കൂടി മരിച്ചപ്പോ അവിടെ രാവണന്റെ ധൈര്യമൊക്കെ പോയി. അപ്പോ മറ്റുള്ളവര് പറയാണ്, ബാക്കി കുറെ ആൾക്കാരുണ്ടല്ലോ, കുറച്ചൊന്നും അല്ലല്ലോ സൈന്യം. അപ്പോ കുറച്ചു പേര് 8 പേര് വരികയാണ് അടുത്തേക്ക്. എന്നിട്ട് പറയാണ്, ഇനി ഞങ്ങള് ചെയ്തോളാം. അപ്പൊ അവരുടെ പേരുകളൊക്കെ ഗംഭീരാണ്. അധികായൻ, ദേവാന്തകൻ, നരാന്തകൻ, മഹോദരൻ, മഹാപാർശ്വൻ, മത്തൻ, ഉന്മത്തൻ. ഇത്രയും പേരാണ്. അവരുടെ പേരുകളിൽ നിന്ന് തന്നെ നമുക്ക് അവരുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റും. കാരണം അധികായൻ വലിയ ശരീരമുള്ള ആള്, അതുപോലെ ദേവാന്തകൻ എന്ന് പറഞ്ഞാൽ ദേവന്മാരെ നശിപ്പിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധ്യതയില്ല. മഹോദരൻ വലിയ ഉദരമുള്ള ആള്, അപ്പൊ ഭക്ഷണത്തിലാവും താല്പര്യം. പിന്നെ മഹാപാർശ്വൻ, ഇപ്പൊ പലരെയും ഓരോ എന്താ പറയാ ഓരോ ഭാഗം ചേർന്ന് പണി ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ, അങ്ങനെയുള്ള ആള്. പിന്നെ മത്തൻ, ഉന്മത്തൻ. മത്ത് പിടിക്കാന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിന്റെ മത്ത്. ഉന്മത്തൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അറിയാലോ. അങ്ങനെയുള്ള ആള്. പിന്നെ ഇവരൊക്കെയാണ്. അപ്പോ അവരുടെ പേര് കൊണ്ട് തന്നെ നമുക്ക് അത് അവരുടെ സ്വഭാവങ്ങൾ. അപ്പൊ അതാണ് ഓരോരുത്തർക്ക് ഈ പുരാണങ്ങളിലൊക്കെ ഈ പേരുകൾ കൊടുത്തിട്ടുള്ളതും നമുക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ രാവണനോട് പറയാണ്, എന്തിനാ വിഷമിക്കണത്, ഞങ്ങളൊക്കെ ഇല്ലേ, ഞങ്ങളൊക്കെ ചെന്ന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. അപ്പോ രാവണന് കുറച്ചൊരു സമാധാനാണ്. നിങ്ങള് എല്ലാം സൈന്യം മുഴുക്കെ കൊണ്ടുപോയിക്കോളൂ, നിങ്ങളങ്ങനെ ഒറ്റയ്ക്കൊന്നും പോണ്ട, ഒക്കെ കൊണ്ടുപോയിക്കോളൂ, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ 8 പേരും അങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പോ അവര് കുറെ പേരെയൊക്കെ അവരും മരിച്ചു വീണു, കുറെ മർക്കടന്മാരെയും കൊന്നു. അപ്പൊ അവിടെ കാലൻ നടക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ അത്രയധികം മരണം സംഭവിച്ചു. പിന്നെ അപ്പൊ അംഗദൻ ഇടപെടുന്നുണ്ട്. അംഗദൻ ഇരുമ്പ് ഉലക്കയാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്. അല്ല, അംഗദൻ മുഷ്ടി കൊണ്ടാണ്, അവന് അവിടെ കിട്ടില്ലല്ലോ. ബാക്കി ദേവാന്തകൻ പരിഘമായിട്ട് വന്നു എന്നാണ്, ഇരുമ്പുലക്കയും കൊണ്ട്. പിന്നെ മഹോദരൻ വാരണമേറി. അങ്ങനെ ഓരോരുത്തർ, അവർക്കൊക്കെ ആയുധങ്ങളും അതുപോലെ തന്നെ വാഹനങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ അതൊന്നും ഇല്ലല്ലോ. അപ്പൊ എല്ലാവരും സഹായിക്കാൻ വേണ്ടിയിട്ട് ഹനുമാൻ ഇങ്ങനെ ചെല്ലുന്നുണ്ട് മറക്കടന്മാരെ രക്ഷപ്പെടുത്താനായിട്ട്. പക്ഷെ ഇവരൊക്കെ വലിയ ശക്തിശാലികളാണ്. അങ്ങനെ അധികായൻ വരികയാണ്. അധികായൻ എന്ന് പറയുമ്പോൾ തന്നെ വലിയ എന്തോ ഒരു പേര് തന്നെ നമുക്ക് തോന്നുന്നുണ്ട് എന്തോ ഒരു സംഭവമാണെന്നുള്ള. 1000 അശ്വങ്ങളെ പൂട്ടിയ രഥത്തിലാണ് വന്നെന്നാ പറയുന്നത്. അത് അസ്ത്രം പ്രയോഗിക്കുന്നതിൽ വളരെ മിടുക്കനായിട്ടുള്ള ആളാണ്. അപ്പോ ആ അധികായനെ സൗമിത്രയാണ് ചെറുക്കാനായിട്ട് ചെന്നത്. അപ്പൊ ലക്ഷ്മണന്റെ ബാണങ്ങളൊക്കെ ചെന്നപ്പോ എന്താ പറ്റിയത്, അവിടെ ലക്ഷ്മണൻ അയക്കുന്ന ബാണങ്ങളൊക്കെ തിരിച്ചു വരികയാണ്. പ്രത്യങ്മുഖം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചു വരികയാണ്, അങ്ങോട്ട് ഏൽക്കണില്ല. അപ്പോ അയാൾക്ക് ഒരു വിശേഷമുണ്ട്. അപ്പോ ഒരു കഞ്ചുകമുണ്ട് അയാളുടെ അടുത്ത്. അത് ഭഗവാന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. പറയുന്നുണ്ട് വിരിഞ്ചൻ കൊടുത്തതാണ്, ബ്രഹ്മാവ് കൊടുത്ത ഒരു ഷീൽഡ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇതിൽ പറയുമ്പോൾ ബുള്ളറ്റ് പ്രൂഫ് കോട്ട് എന്ന് എന്തെങ്കിലും പറയാം. അങ്ങനെ ഒരു സംഭവം ഉണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ട് ബാണം അവിടെ തറക്കില്ല, അങ്ങോട്ട് തിരിച്ചു പോരും. അപ്പൊ അവരൊക്കെ കഴിവുള്ളവരാണ്, ഇനിയിപ്പോ നിവൃത്തിയൊന്നുമില്ല. അപ്പൊ അവിടെ വായു ഭഗവാൻ ഒരു മർത്യരൂപത്തിൽ വരികയാണ്, ഹനുമാന്റെ അച്ഛനായിട്ടുള്ള വായു ഭഗവാൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഒന്നും പേടിക്കണ്ട. ലക്ഷ്മണനോട് പറഞ്ഞു, ഇന്ദ്രജിത്തിനെ നീ വധിക്കും,
പിന്നെ രാവണനെ രാഘവനും വധിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങള് വായു ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഒന്നും പേടിക്കണ്ട, എല്ലാം. അപ്പൊ ഇനി ബ്രഹ്മാസ്ത്രത്തെ പ്രയോഗിച്ചോളൂ എന്നാണ്. അങ്ങനെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് അധികായനെ വധിച്ചു. അധികായന്റെ ശിരസ് എടുത്ത് രാമന്റെ മുന്നിൽ വെച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ വലിയൊരു എതിരാളിയായിരുന്നു. അത് അയാളെ വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഇന്ദ്രജിത്ത് ആണ് വരുന്നത്. ഇന്ദ്രജിത്ത് വരുമ്പോ ഇന്ദ്രജിത്തിനെ പറഞ്ഞയക്കുമ്പോ രാവണന് വിഷമമുണ്ട്. കാരണം എല്ലാവരും പോകുന്നവരൊന്നും തിരിച്ചു വരുന്നില്ല, ഒക്കെ മരിച്ചു പോവാണ്. അപ്പോ ഇന്ദ്രജിത്ത് പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം, അച്ഛൻ പേടിക്കൊന്നും വേണ്ട, ഞാൻ ചെയ്തോളാം. അപ്പൊ അനുഗ്രഹിച്ചു, നീ എല്ലാം നന്നായി വരട്ടെ എന്ന് അനുഗ്രഹിച്ചു. പക്ഷെ ഇന്ദ്രജിത്തിന് കുറച്ചൊരു എന്താ പറയാ, കുറച്ചും കൂടി ബുദ്ധിയുണ്ട്. അദ്ദേഹം വിചാരിച്ചു വെറും ശക്തി കൊണ്ട് സാധിക്കില്ല, കുറച്ച് യാഗമൊക്കെ ചെയ്തിട്ട് കുറച്ച് ശക്തി ആർജിക്കണം. അതിനുവേണ്ടി അവിടെ ശംഭു പ്രസാദം വരുത്താൻ വേണ്ടി അവിടെ നികുംഭിലയില് പൂജ ചെയ്യണം. അവിടെ ഹോമമൊക്കെ ആരംഭിച്ചു. കൃത്യമായിട്ടാണ് മന്ത്രങ്ങളൊക്കെ ചൊല്ലി വളരെ ഭംഗിയായിട്ടുള്ള യാഗം ആരംഭിച്ചു. അപ്പൊ അവിടെ ഒരു വരം ലഭിച്ചിട്ടുണ്ട് ഇയാൾക്ക്, ഇന്ദ്രജിത്തിന്. എന്താണ്? അന്തർധാന വിദ്യ. അന്തർധാന വിദ്യ എന്ന് പറഞ്ഞാൽ ഇൻവിസിബിൾ ആവാം, മറ്റുള്ളവർക്ക് കാണില്ല. അപ്പൊ എവിടുന്നാണ് യുദ്ധം ചെയ്യണ, എവിടുന്നാണെന്നൊന്നും മനസ്സിലാവില്ലല്ലോ. അത് വലിയൊരു ഇതാണല്ലോ. അങ്ങനെയുള്ള ഒരു വരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ശക്തി, അപ്പൊ കൂടുതൽ ശക്തിശാലി ആവാമല്ലോ. അങ്ങനെ പോയി. പക്ഷെ അവിടെ മരിച്ചു വീണു, അവിടെ കൊന്നുകളഞ്ഞു. അപ്പോഴാണ് രാവണി എന്ന് പറയുന്നുണ്ട്. അപ്പൊ രാവണന്റെ മകൻ അവിടെ അന്തർധാനം വിദ്യയൊക്കെ ചെയ്ത് കുറെ പരിശ്രമിച്ചു. പിന്നീട് ലക്ഷ്മണൻ അവനെ കൊല്ലുന്നുണ്ട്. അപ്പൊ രാവണൻ വിചാരിക്കാണ് ഇന്ദ്രജിത്ത് എല്ലാവരും ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജയിച്ചു എന്നുള്ള ധൈര്യമാണ്. അങ്ങനെയാണ്. അപ്പൊ ഇന്ദ്രജിത്ത് കുറെ മരിക്കണില്ല. ഇന്ദ്രജിത്ത് കുറെ യുദ്ധം ചെയ്യാണ്. രാഘവന്മാരെ ഇത് വീഴ്ത്തിയിടുന്നുണ്ട്. രണ്ടുപേരെയും അമ്പ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഇവിടെ ഇങ്ങനെ സന്തോഷാവാണ്. കാരണം ഇനിയിപ്പോ ഞങ്ങൾ ജയിക്കാൻ പോവാണ് എന്നുള്ള ഒരു അവസരം വരികയാണ്. ആ സമയത്താണ് അവിടെ കുറെ പേര് മരിച്ചു കിടക്കുകയാണല്ലോ. അപ്പൊ അവിടെ വിഭീഷണൻ ചെന്ന് നോക്കുകയാണ്, ആരൊക്കെയാണ് മരിക്കാത്തവരാരൊക്കെയാണ് ഉള്ളതെന്ന് നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോ ആസന്ന മരണരായിട്ടാണ് കിടക്കുന്നത് എല്ലാവരും. അപ്പോ ശാഖാമൃഗങ്ങളില് നമ്മുടെ ആരാ ഉള്ളത്, നമ്മുടെ മാരുതി ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. അപ്പൊ ജാമ്പവാനും അവിടെ വന്നിട്ടുണ്ട്. ജാമ്പവാന് കണ്ണ് കാണില്ല, കണ്ണിലൊക്കെ ചോരയാണ്. അപ്പൊ കണ്ണൊന്നും തെളിഞ്ഞു കാണുന്നില്ല. അപ്പൊ ചോദിക്കുകയാണ്, ഇവിടെ ഉണ്ടോ ശാഖാമൃഗങ്ങളില് നമ്മുടെ മാരുതി ജീവനോടെ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. ഹനുമാനെ കാണാനില്ല ജാമ്പവാന്. അപ്പോൾ ചോദിക്കുക, ആരെ പറ്റിയിട്ടും ചോദിക്കണില്ല, ഹനുമാനെ പറ്റി മാത്രം എന്താ ചോദിക്കുന്നത്? അപ്പോഴാ പറയുന്നത്, മാരുതി ഉണ്ടെങ്കിൽ ഒരു സങ്കടവും ഇല്ല പിന്നെ. അപ്പൊ മറ്റുള്ളവരൊക്കെ മരിച്ചാലും മാരുതി ഉണ്ടെങ്കിൽ, മാരുതിപുത്രൻ മരിച്ചാൽ പിന്നെ മാരുതി മരിച്ചാൽ എല്ലാവരും മരിച്ചു എന്നുള്ളതാണ് അർത്ഥം. കാരണം അവനുള്ളൂ, വേറെ ആരെ പറ്റിയും അതാണ് ചോദിക്കാതിരുന്നത്. അപ്പൊ നീ മാത്രമേ ഉള്ളൂ. അപ്പൊ കണ്ടു. അപ്പോഴേക്കും ഹനുമാൻ ചെന്ന് ജാമ്പവാന്റെ കാൽക്കൽ വീണു. എന്നിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ഉണ്ട്. അപ്പൊ വളരെ സന്തോഷത്തോടെ ആലിംഗനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഹിമവാനും കടന്ന് ആ കൈലാസശൈലത്തിൽ അവിടെ ഒരു ഋഷഭാദ്രി, അവിടെ പർവ്വതത്തില് മരുന്നുകള്, ഔഷധങ്ങളുണ്ട്. 4 തരത്തിലുള്ള ഔഷധങ്ങളാ പറഞ്ഞത്. വിശല്യകരിണി, സന്ധാനകരിണി, സുവർണകരിണി, മൃതസഞ്ജീവനി. ഇങ്ങനെ 4 ഔഷധങ്ങളാണ്. ഈ ഔഷധങ്ങൾ എന്തിനാണ്? വിശല്യകരിണി എന്നുള്ളത് അമ്പ് ഏറ്റിട്ട് അത് പറിച്ചെടുക്കാൻ പറ്റത്രേ ആ മരുന്ന് കൊണ്ട്. പിന്നെ എന്താണ് സന്ധാനകരിണി എന്ന് പറഞ്ഞാൽ മുറിവൊക്കെ കൂടാനുള്ളത്, അതിനുള്ളതാണ് ആ മരുന്ന്. പിന്നെ സുവർണകരിണി എന്ന് പറഞ്ഞാൽ അപ്പൊ മുറിവിന്റെ പാടുകൾ വരെ ഇല്ലാതെയാക്കും, അങ്ങനത്തെയാണ് സുവർണകരിണി. മൃതസഞ്ജീവനി എന്നുള്ളത് മരിച്ചവരെ ജീവിപ്പിക്കാനുള്ളത്. അപ്പൊ അത് എല്ലാ ഔഷധങ്ങളും ഉണ്ട്. ആ ഔഷധങ്ങൾ എവിടെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തു. ആദിത്യനോളം പ്രഭയുണ്ട്. അപ്പൊ അത് കാണാൻ നിനക്ക് നല്ല തേജസ്സുള്ള ആ
മരുന്നുകളാണ് അതൊക്കെ. അപ്പൊ അവിടെ അന്വേഷിക്കേണ്ടിയൊന്നും വരില്ല, നിനക്ക് കണ്ടാൽ മനസ്സിലാവും എന്ന് പറഞ്ഞ് മരുതനന്ദനാ നീ വേഗം പോയിക്കോളൂ എന്ന് പറഞ്ഞ് ജാമ്പവാൻ പറഞ്ഞയക്കാണ്. അത് കേട്ടതും മാരുതി എല്ലാറ്റിനും തയ്യാറാണല്ലോ. എല്ലാവരും ഇവിടെ വല്ലാത്തൊരു സന്നിഗ്ധ ഘട്ടത്തിലാണ്. അപ്പോ മാരുതപുത്രൻ അവിടെ ഒരു ഇത് ചെയ്യുന്നുണ്ട്. വിധിസുതന്റെ വാക്ക് കേട്ടിട്ട് മേരുവിനോളം വളർന്നു എന്നാണ്. മേരു എന്ന് പറഞ്ഞ പർവ്വതാകാരനായിട്ട് നല്ലോണം ഒന്ന് എന്താ പറയാ, ഒന്ന് അലറി എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദം ഉണ്ടാക്കി ഗംഭീരായിട്ട്. എന്നിട്ട് പറന്ന പോലെ പോവാണ്. അവിടെ ഹിമവാൻ നീഹാരശൈലം പിന്നിട്ടു. നീഹാരം എന്ന് പറഞ്ഞാൽ മഞ്ഞുമല എന്ന് പറഞ്ഞാൽ ഹിമവാനെ അവിടുന്ന് കടന്ന് ശങ്കരശൈലം, വൈരിഞ്ചമണ്ഡം അതൊക്കെ കടന്ന് അളകാപുരി, ഋഷഭാദ്രിയിൽ അവിടേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് അതിന്റെ മുമ്പ് ഇവിടെ വേറൊരു സംഗതി ഉണ്ടായി. ഇവിടെ രാവണന് വിവരങ്ങളൊക്കെ കൃത്യമായി ലഭിക്കുന്നുണ്ടല്ലോ. അപ്പോ രാവണന് മനസ്സിലായി ഈ മരിച്ചവരൊക്കെ എഴുന്നേൽക്കും, അപ്പൊ എന്ത് ചെയ്യും, പിന്നെ രക്ഷയില്ല. അപ്പൊ അതുകൊണ്ട് കാലനേമിയുടെ അടുത്ത് ചെന്നിട്ട് കാലനേമിയോട് പറയാണ്, നീ ഒരു കാര്യം ചെയ്യേ, ഇങ്ങനെ ഒരാള് മരുന്നിന് വേണ്ടി പോകുന്നുണ്ട്, ഹനുമാൻ. അപ്പൊ ആ ഹനുമാനെ തടഞ്ഞു വെക്കണം അവിടെ. അപ്പൊ മരുന്ന് കൊണ്ടുവരരുത് ഇങ്ങോട്ട്. മരുന്ന് കൊണ്ടുവന്നാൽ ഇവിടെ സംഗതികളെല്ലാം നമ്മുടെ കൈവിട്ട് പോകും. അപ്പൊ അതുകൊണ്ട് സഹായത്തിനായിട്ട് കാലനേമിയോട് പറയാണ്, നീ എന്താ ചെയ്യേണ്ടത്, അവിടെ ചെന്ന് ആ വഴിയില് ഒരു സന്യാസിയുടെ രൂപത്തില് ഇവർക്ക് സന്യാസി വേഷം കെട്ടലുണ്ടല്ലോ. രാവണനും സന്യാസി വേഷം കെട്ടിയിട്ടല്ലേ സീതയെ കൊണ്ടുവന്നത്. അപ്പൊ വേഷം കെട്ട് ഇവർക്ക് നല്ലോണം അറിയാലോ. അപ്പൊ അതിനുവേണ്ടി നീ അവിടെ പോയി ഒരു ആശ്രമമൊക്കെ ഉണ്ടാക്കി കൃത്യമായിട്ട്, അപ്പൊ ഈ സിനിമയ്ക്കൊക്കെ സെറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഭംഗിയായിട്ടുള്ള ഒരു ആശ്രമമൊക്കെ ഉണ്ടാക്കി അവിടെ ഇരിക്കണം എന്നാണ്. അപ്പൊ കാലനേമി കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇങ്ങനെയൊന്നും ചെയ്യണ്ട, ഇതെല്ലാം കുഴപ്പമാണ്, ഭഗവാനെ ധ്യാനിച്ചോളൂ, സീതയെ കൊടുത്തോളൂ, അങ്ങനെ കൃത്യമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ട് എന്താ കാര്യം, നമുക്ക് പക്വത ഇല്ലെങ്കിൽ, അല്ലെ ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് സീതയെ കിട്ടിയിട്ട് നിനക്ക് എന്താ കാര്യം എന്നൊക്കെ, നമ്മുടെ മക്കളും എല്ലാവരും മരിച്ചു പോയിട്ട് പിന്നെ നിനക്ക് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഏൽക്കില്ലല്ലോ. കാരണം ഇപ്പൊ മനസ്സിൽ ഇത് മാത്രമാണ്, അഹങ്കാരം, കോപം, പിന്നെ യുദ്ധം ജയിക്കാനുള്ള ആ ഒരു ആഗ്രഹം, അത് മാത്രമാണ്. അപ്പൊ ഭഗവാനെ ധ്യാനിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ധ്യാനം ശീലിച്ചോളൂ, നിന്റെ ആഗ്രഹങ്ങളെയൊക്കെ നിയന്ത്രിച്ച് ജീവിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം അപ്പൊ ഈ ശ്ലോകങ്ങളും ഈ സ്തുതികളും ഒക്കെ നമുക്ക് വേണ്ടി എഴുത്തച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നിങ്ങളൊക്കെ സ്തുതിച്ചോളൂ, ഇതുപോലെ സ്തുതിച്ചോളൂ. അവിടെ നമ്മുടെ നാരായണീയത്തിലെ 100ാമത്തെ ദശകത്തിൽ പറയുന്ന പോലെ എല്ലാം പറയുന്നുണ്ട്. എന്താ, ഹാര, കിരീട, കടക, കേയും അതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഭഗവാനെ ധ്യാനിച്ചോളൂ എന്നാണ്. അങ്ങനെ വന്നാൽ നിനക്ക് മുക്തി ലഭിക്കും. അപ്പൊ ഈ പുനരഭി ജനനം, പുനരഭി മരണം എന്നുള്ള ആ ചക്രത്തിലൊന്നും പെടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അവിടെ ഏൽക്കില്ലല്ലോ. അപ്പോഴും അവിടെ ക്രോധ താമ്രാക്ഷനായിട്ടാണ്, കണ്ണൊക്കെ ചുമന്ന് ദേഷ്യം വന്ന്, നീ ഇപ്പോഴാണ് എന്നോട് ഈ സുവിശേഷം പ്രസംഗിക്കാൻ വരുന്നത്, നിന്നോടൊരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യല്ലേന്ന്. അപ്പൊ ഉടനെ കാലനേമി വിചാരിച്ചു, ഇനി ഇത് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, പോത്തിന്റെ മുന്നിൽ വേദാന്തം ഓതിയിട്ട് കാര്യമില്ല എന്ന് പറയണ പോലെ, പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇനിയിപ്പൊ ഞാൻ ഈ ഒരു കാര്യത്തിന് ചെയ്തിട്ട് ഇനി രാമകാര്യത്തിനാണല്ലോ, രാമന്റെ കാര്യമാണിത് എന്ന് പറഞ്ഞാൽ, ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ എന്നെ രാമൻ വധിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ അതും എനിക്ക് ഇത്, മാരീചൻ അങ്ങനെയല്ലേ വിചാരിച്ചത് സ്വർണ്ണമാനായിട്ട് പോവാൻ പറഞ്ഞപ്പോ. അപ്പോ അയാള് തയ്യാറായി. ഉടനെ അവിടെ ചെന്നു, ഹിമാദ്രി പാർശ്വേ ചെന്ന് മുനിവേഷമായിട്ട് അവിടെ പോയിരുന്നു. ചെയ്യാതെ നിവൃത്തിയില്ല. അപ്പൊ അവിടുത്തെ ആശ്രമത്തിന്റെ ഭംഗിയൊക്കെ പറയുന്നുണ്ട്, ഗംഭീരായിട്ടാണ്, ആർക്കും സംശയമൊന്നും തോന്നില്ല. പക്ഷെ വായു തനയൻ അവിടെയൊക്കെ പോയിട്ടുണ്ട് ആ ഭാഗങ്ങളിലൊക്കെ. അപ്പൊ അവിടെ എത്തിയപ്പോ വിചാരിക്കുകയാണ്, ഇവിടെ ഒരു ആശ്രമം മുമ്പ് കണ്ടിട്ടില്ലല്ലോ, എനിക്ക് വഴി മാറിപ്പോയതാണോ അതോ എന്റെ തോന്നലാണോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടുത്തെ കാര്യങ്ങൾ കുറെ പറയുന്നുണ്ട്. അവിടെ യാഗത്തിനുള്ള ആളുകളൊക്കെ ഉണ്ട്. അത്രയ്ക്കും ഗംഭീരായിട്ടാണ്, വെറും ഒരു ആശ്രമം, ഒരാള് അങ്ങനെ. അപ്പൊ ഒരു സംശയം തോന്നാം, ഇതങ്ങനെയല്ല, ഗംഭീരമായിട്ടുള്ള ഒരു ആശ്രമമൊക്കെയാണ്.
അതിന് ചെന്നപ്പോ അവിടെ എത്തിയപ്പോ ഹനുമാൻ വിചാരിച്ചു ഇത്ര വലിയൊരു ആശ്രമമൊക്കെ അല്ലേ, ഇവിടെ നിന്ന് ഇത്തിരി വെള്ളം കുടിച്ചിട്ട് പുറപ്പെടാം, ഇനി കുറെ ദൂരം വന്നതല്ലേ. അവിടെ ചെന്ന് അവിടെ വെള്ളം കുടിക്കാൻ ചെന്നപ്പോ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. കാരുണ്യഭാവം കലർന്നു എന്നാണ്. കാരുണ്യഭാവം നടിക്കുകയാണല്ലോ അവരൊക്കെ. അപ്പൊ പറഞ്ഞു ഇത് ഇവിടെ ധാരാളം പഴവർഗ്ഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിച്ച് കുറച്ച് ഉറങ്ങി വെള്ളമൊക്കെ കുടിച്ച് സമാധാനമായിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോ നോക്കുമ്പോ ആ കമണ്ടലുവിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു ഇത് പോരാ, എനിക്ക് ധാരാളം ദാഹം, കലശലായിട്ടുള്ള ദാഹമുണ്ട്, അപ്പൊ എവിടെയാണ് വെള്ളമുള്ള സ്ഥലം എന്ന് കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഞാൻ ഒരാളെ വിടാം കൂടെ, വെള്ളത്തിലുള്ള സ്ഥലം കാണിച്ചു തരാം, തടാകം കാണിച്ചു തരാമെന്ന്. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, കണ്ണടച്ചിട്ട് പോണമെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഈ ദുഷ്ടന്മാരെ അല്ല, ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ളതാണ് നമ്മളോട് പറയുന്നത്. ഭഗവാനെ മാത്രമേ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുള്ളൂ. നമ്മള് ആ ഗോപന്മാരും പശുക്കളും ഒരു കാട്ടുതീയിൽ അകപ്പെട്ടു. അപ്പൊ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അലമല മതി ഭീത്യ, നിങ്ങൾ കണ്ണടച്ചോളൂ, പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞാൽ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാം. പക്ഷെ ഇവിടെ ആൾക്കാർ പറഞ്ഞാലൊന്നും കണ്ണടച്ച് വിശ്വസിക്കരുത്. അതിന്റെ എന്താണ് ഈ കണ്ണടയ്ക്കാൻ പറഞ്ഞത് എന്നെങ്കിലും ആലോചിക്കണം. പക്ഷെ ഹനുമാൻ സ്വാമി കണ്ണടച്ച് തന്നെ പോയി. അവിടെ ചെന്ന് വെള്ളം കുടിക്കാനായിട്ട് കണ്ണു തുറന്നപ്പോഴാണ് അവിടെ ഒരു മകരി എന്ന് പറഞ്ഞാൽ പെൺമുതല എന്നാണ്. ഒരു മുതല ഹനുമാനെ തിന്നാൻ വേണ്ടിയിട്ട് നിൽക്കാണ്. അപ്പോ ഹനുമാൻ സ്വാമി ശക്തനാണ്, ആ വായ തുറന്ന് നിൽക്കാണ്. ആ വായ അങ്ങനെ അങ്ങോട്ട് പിളർന്നു. അപ്പോ അവിടെ മോക്ഷം കൊടുത്തു മുതലയ്ക്ക്. അപ്പൊ ഈ മുതല പിടിക്കണത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഗജേന്ദ്ര മോക്ഷത്തില്. അതേപോലെ ഇവിടെ ഒരു മുതല. അപ്പൊ അങ്ങനെ ആ മുതല ചത്തുപോയതോടു കൂടിയിട്ട് വലിയൊരു ചേതോഹരാംഗിയാം അപ്സര സ്ത്രീയാണ് അവിടെ നിന്ന് വന്നത്. അവളുടെ പേര് ധന്യമാലിനി എന്നാണ്. ധന്യമാലി എന്നാണ് അവളുടെ പേര്. അവള് പറയാണ് എനിക്കൊരു ശാപം കിട്ടി, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ജീവിക്കായിരുന്നു, അപ്പൊ നീ വന്നത് എനിക്ക് ശാപമോക്ഷമായി. അപ്പൊ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ ശുദ്ധഹൃദയനാണ്, ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. ആ കപട താപസ വേഷം ധരിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്, അത് താപസനൊന്നും അല്ല, നിന്നെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മരുന്ന് അവിടെ എത്തരുത്, അതിനു വേണ്ടിയിട്ടാണ്. അപ്പോ നീ അതൊന്നും വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും അപ്പൊ അനുഗ്രഹിച്ചു. ആ അപ്സര സ്ത്രീ അനുഗ്രഹിച്ച് പോവാണ്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ആശ്രമത്തിൽ ചെന്നപ്പോ പറയാണ്, കാലനേമി പറയാണ്, വന്നോളൂ, നിനക്ക് ഞാൻ മൂലമന്ത്ര ഉപദേശമൊക്കെ തരാം, ദക്ഷിണ തന്നോളൂ ഇവിടെ. അപ്പൊ ഉടനെ നല്ലൊരു ദക്ഷിണ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് കാലനേമിയെ കാലപുരിക്ക് അയച്ചു. നല്ലൊരു ദക്ഷിണ കൊടുത്തു അല്ലേ. പിന്നീട് അവിടെ ദിവ്യ ഔഷധത്തിന്റെ ഫലമാണ് പറയുന്നത്. അവിടെ ചെന്ന് ഔഷധത്തിന്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഏതൊക്കെയാണ് എടുക്കേണ്ടതെന്ന് ഓർമ്മയില്ല. അപ്പോ ആ പർവ്വതത്തിനെ അങ്ങനെ തന്നെ പറിച്ചെടുത്ത് ചന്ദ്രബിംബം പോലെ കൊണ്ടുവന്നു എന്നാണ്. ഏണാംഗബിംബം കണക്കെ പിടിച്ച്, നമ്മൾ അതൊക്കെ പടങ്ങളിൽ ധാരാളം കണ്ടിട്ടുണ്ട് അല്ലെ. ഹനുമാൻ സ്വാമിയുടെ പടം കാണുമ്പോ അതാണ് ആ പർവ്വതം കൊണ്ട് ഇങ്ങനെ വരുന്നതാണ്. അപ്പൊ അത് തന്നെ അതുപോലെ കൊണ്ടുവന്നു. അപ്പോ കൊണ്ടൽ നേർവർണ്ണനും പ്രീതി പൂണ്ടാൻ. അപ്പോ പിന്നെ നീലകണ്ഠനും ശിവനും ഉണ്ട് അവിടെ, എല്ലാവരും ഉണ്ട്. അപ്പൊ ഈ ഔഷധത്തിന്റെ കാറ്റ് തട്ടിയപ്പോ എല്ലാവരും എഴുന്നേറ്റിരുന്നു. അപ്പൊ നമുക്കൊരു സംശയം തോന്നും, അവിടെ മറ്റ് രാക്ഷസന്മാര് മരിച്ചതൊക്കെ അവരും എണീക്കില്ലേ എന്നുള്ളൊരു സംശയം തോന്നാം. അതിനൊരു കാരണമുണ്ട്. എന്താണ്? നക്തഞ്ചരേന്ദ്രൻ രാവണൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മരിച്ച രാക്ഷസരെയൊക്കെ കടലിലേക്ക് വലിച്ചെറിഞ്ഞോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെയും വിധി വിഹിതമേവനും ലംഘിച്ചുകൂടുമോന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവരും ജീവിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഔഷധത്തിന്റെ ഗുണം അവർക്ക് ലഭിച്ചില്ല. ഇതാണ് ദുഷ്ടന്മാർക്ക് എപ്പോഴും അനുഗ്രഹം കിട്ടില്ല, എപ്പോഴും അല്ല, ഒരിക്കലും കിട്ടില്ല. കാരണം അവരുടെ മനസ്സിൽ ദുഷ്ടതയാണ്. അങ്ങനെ അപ്പൊ പിന്നെ ആരെയും കൊല്ലാൻ പറ്റില്ലല്ലോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ. അല്ല, ഇനി അവിടെ ആ മല അവിടെ വെക്കണ്ട, തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവച്ചോളൂ എന്ന് പറഞ്ഞു. ഈ മല ഇവിടെ ഉള്ളിടത്തോളം കാലം ആരെയും വധിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവച്ചു. ഇനിയാണ് മേഘനാഥ വധം വരുന്നത്. ഞാൻ മേഘനാഥനെ വധിച്ചു എന്ന് ആദ്യം പറഞ്ഞു, അത് തെറ്റിപ്പോയതാണ്. അപ്പോ ഇങ്ങനെ ഔഷധത്തിന്റെ ഗുണം കിട്ടാതിരിക്കാനുള്ള കാരണം കൂടി ഇവിടെ പറഞ്ഞു. അപ്പൊ ഇതാണ് എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പ്രീ ഡിസ്റ്റൈൻഡ് ആണ് എല്ലാ കാര്യങ്ങളും, ആർക്കും ഒന്നും തടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരാണ്. അപ്പോ
സ്തുതികളൊക്കെ ഗംഭീര സ്തുതികളാണ്. എങ്ങനെയാണ് അഷ്ടാംഗ യോഗത്തിനെ പറ്റിയിട്ട് വരെ അതിൽ പറയുന്നുണ്ട്. നമ്മള് 95ാമത്തെ ദശകത്തിലൊക്കെ പഠിച്ചിട്ടുള്ള സംഗതികളൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പൊ എത്ര വിശിഷ്ടമായിട്ടാണ് രാവണന് ഉപദേശങ്ങൾ ലഭിക്കുന്നത്. പക്ഷെ എന്താണ്, ദുഷ്ടത മനസ്സിലുള്ളപ്പോ ആ ഉപദേശങ്ങളോ അല്ലെങ്കിൽ ഒന്നും അവിടെ ശോഭിക്കില്ല. അതാണ് ഉണ്ടായത്. നമുക്ക് ഇവിടെ സമർപ്പിക്കാം. ഇങ്ങനെ ഇനി മേഘനാഥ വധമാണ്, ഇനി വധമാണ് ഇനി നടക്കാൻ പോകുന്നത്. കാരണം അതിന്റെ ആ ക്ലൈമാക്സിലേക്ക് എത്തുകയാണല്ലോ, ഇനി അവസാനിക്കാൻ പോവാണ്. ഇത്ര വലിയൊരു സംഭവം ഇനി രാവണ യുദ്ധം അതൊക്കെയാണ് ഇനി നമുക്ക് കാണാനുള്ളത്. എന്തായാലും രാവണന്മാരും രാമന്മാരും ഒക്കെ ഭൂമിയിൽ ഇന്നും ഉണ്ട്. രാവണന്മാരായിരിക്കും കൂടുതല്. പക്ഷെ നമ്മളിലുള്ള ആ രാവണ സ്വഭാവത്തെ നമുക്ക് മാറ്റാൻ ശ്രമിക്കാം. എല്ലാവരിലും രാമനും രാവണനും ഉണ്ടാവും. അപ്പൊ ആ രാവണ സ്വഭാവത്തെ മാറ്റിക്കഴിഞ്ഞാൽ ആ രാമ തത്വം അല്ലെങ്കിൽ ആ രാമന്റെ ഭാവം നമ്മൾ